നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വിഷു ഒക്കെ ഇങ്ങ് എത്തിയല്ലേ, നമ്മളെ ഈ 2021 വിഷു ഒക്കെ എത്തി. അപ്പോൾ നമ്മുടെ സദ്യയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സദ്യയിൽ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊരു പായസമാവാന്ന്. അപ്പോൾ പായസം കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പായസമാണ്. വേറെ ഒന്നുമല്ല, ഗോതമ്പ് പായസമാണ്. അപ്പം ഗോതമ്പ് പായസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗോതമ്പ് കുത്തിയ ഗോതമ്പാണ്. കുത്തിയ ഗോതമ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും, കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. പണ്ടൊക്കെ ഒരുപാട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രായമായവരൊക്കെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുമായിരുന്നു. അതായത് ഈ പ്രമേഹത്തിനൊക്കെ നല്ലതാണ്. പ്രമേഹം ഉള്ളവർ പറയില്ലേ, നമ്മൾ ഗോതമ്പ് കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പാലൊക്കെ ഒഴിച്ചിട്ട് ഗോതമ്പ് കഞ്ഞി കുടിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കുത്തിയ ഗോതമ്പ് വെച്ചാണ് നമ്മളിവിടെ പായസം ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വേവാനൊക്കെ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ അരിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പരിപ്പൊക്കെ ആണെങ്കിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അടിഞ്ഞു പോകുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. എത്ര വേവിച്ചാലും അത് അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ ശർക്കരയിലിട്ട് അങ്ങ് റെഡിയായി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പായസം എന്ന് പറഞ്ഞാൽ കിടിലനാണ്. അപ്പോൾ നമുക്ക് വേഗം ചെന്ന് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കുത്തിയ ഗോതമ്പ് കൊണ്ട് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് കുക്ക് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഏതാണ്ട് വെള്ളത്തിൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വെള്ളം തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത്, കാരണം നന്നായി കഴുകിയിട്ട് ആണ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 3-4 വിസിൽ വരെ വേവിച്ചെടുക്കണം. ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വെന്ത് പോകുന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. അപ്പോൾ ഒന്നാമത്തെ പാല് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാം പാൽ വേണം. രണ്ടാം പാൽ എളുപ്പം കിട്ടാൻ വേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ പാല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാം പാല് ഒരു 1/4 കപ്പ് അത്രേ വന്നിട്ടുള്ളൂ, വെള്ളമൊന്നും ചേർക്കാത്തതാണ്. രണ്ടാം പാലെന്ന് പറയുമ്പോൾ 2.5 കപ്പ് വന്നിട്ടുണ്ട് വെള്ളം ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. കുറച്ച് വെള്ളത്തിൽ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഗോതമ്പ് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മറ്റൊരു പാത്രം സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം കുറച്ച് നെയ്യ് ഈ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാന്ന് പറയുമല്ലോ, ഒന്ന് വെള്ളമൊക്കെ വറ്റി വരണം. ശർക്കരയിൽ ഗോതമ്പൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണം. അതുവരെ ഇളക്കി കൊടുക്കുക, കാരണം അടി പിടിക്കരുത്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ റെക്കോർഡായില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതാ നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി നല്ല കട്ടിയായി വന്നിട്ട് ഇത് ഇങ്ങനെ ഇട്ട് പോകുമ്പോൾ ഇങ്ങനെ വീഴില്ലേ, സ്പൂണിൽ നിന്ന് ഇങ്ങനെ വീഴുന്ന ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവുകയാണ്. ആദ്യം രണ്ടാം പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ചെറുതായിട്ടൊരു തിള വരണം. ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാണ്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അടുത്തത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചു അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, മുന്തിരിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് രസമാണ് കാണാൻ തന്നെ അല്ലേ. അപ്പോൾ ഇതിൽ ആ ശർക്കരപ്പാനിയിൽ ഗോതമ്പൊക്കെ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന കാണുമ്പോൾ തന്നെ അല്ലേ, ഒന്നുമില്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ സമയമൊന്നും നോക്കൂല, എപ്പോഴായാലും എടുത്ത് കഴിക്കും. പിന്നെ സദ്യയൊക്കെ എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ മതി. എന്തായാലും ഉഗ്രം പായസമാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. ഇനി ആർക്കെങ്കിലും റെസിപ്പി ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത റെസിപ്പിയെ കാണുന്നവരെ ബൈ.